അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഹാബികൾ മൂടിവെക്കാൻ ശ്രമിക്കുന്ന ചില അവിഹിത ബന്ധങ്ങളെ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. വഹാബികൾ എപ്പോഴും അങ്ങനെയാണ്. പല ശിർക്കും ബിദ്അത്തും കൊണ്ടുവരൽ അവരാണ്. ഇസ്ലാമിന്റെ ശത്രുക്കളായിട്ടുള്ള പലരുമായി ബന്ധം സ്ഥാപിക്കലും അവരുടെ ആശയം കടമെടുക്കലും വഹാബികളാണ്. എന്നാൽ അവർ ചെയ്യുന്നത് മറ്റുള്ളവരിലേക്ക് കെട്ടിവെക്കുന്ന ഒരു സ്വഭാവവും വഹാബികൾക്കുണ്ട്. കാരണം വഹാബികൾ കപടവിശ്വാസികളാണ്. അവർ ഇസ്ലാമിനെ പൊളിക്കാൻ വേണ്ടി നടക്കുന്നവരാണ്. അവർ അള്ളാഹുവിൽ നിന്ന് മുസ്ലിമീങ്ങളെ അകറ്റി നിർത്താനും പിശാചിലേക്കും ജിന്നിലേക്കും ജനങ്ങളെ കൊണ്ടുപോവാനും ശ്രമിക്കുന്നവരാണ്. നമുക്ക് വഹാബികളുടെ അവിഹിത ബന്ധങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും കേൾക്കണമെന്നും ലൈക്ക് കൊണ്ടും ഷെയർ ചെയ്തുകൊണ്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടും മറ്റുള്ളവരിലേക്ക് എത്താൻ സഹായിക്കണമെന്നും ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം നിങ്ങളോട് ഉണർത്താനുള്ളത്, ഞാനൊരു പോസ്റ്റ് നമ്മുടെ ഈ വീഡിയോയുടെ മുമ്പ് വിട്ടിട്ടുണ്ട്. അതാരും നിസ്സാരമായി അവഗണിച്ചു കളയരുത്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ സഹായിക്കണം. വിശുദ്ധമായ റമദാൻ മാസമാണ്. സ്വതക്ക കൊണ്ടും സകാത്ത് കൊണ്ടും മുഖരിതമാകുന്ന ഒരു സമയം കൂടിയാണ്. ആ സമയത്ത് നിങ്ങളുടെ അകമയിന്ന സഹായങ്ങൾ അതിലേക്ക് നിക്ഷേപിക്കുക. ഒരിക്കലും തന്നെ വെറുതെയായി പോവുകയില്ല. അർഹമായ കൈകളിലേക്കാണ് എത്തുന്നത്. അർഹമായ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. ഇന്ത്യ രാജ്യത്ത് മുത്തലാഖ് ബില്ല് കൊണ്ടുവന്നു. മുസ്ലിമീങ്ങളും അല്ലാത്തവരും മുത്തലാഖ് ബില്ലിനെതിരെ ശക്തമായി പ്രതികരിച്ചപ്പോൾ മുത്തലാഖ് ബില്ലിനെ അനുകൂലിച്ച രണ്ട് വിഭാഗങ്ങളാണ് ലോകത്തുള്ളത്. ഒന്ന് ഷിയാക്കളാണ്, രണ്ട് വഹാബികളാണ്. രണ്ടാമത്തത് ഔലിയാക്കളെ ഇകഴ്ത്തിയാൽ അവരുമായി ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു തആല ശക്തമായി പറയുമ്പോൾ ഔലിയാക്കളെയും അവരുടെ സ്ഥാനങ്ങളെയും അംഗീകരിക്കാത്ത രണ്ട് വിഭാഗമാണ് ലോകത്തുള്ളത്. ഒരു വിഭാഗം വഹാബികളാണ്, മറ്റൊരു വിഭാഗം ഷിയാക്കളുമാണ്. മൂന്നാമത്തത് നാം ഹദീസുകളിലൂടെ വായിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ മാസത്തിൽ പ്രത്യേകമായി 3 ദിവസം മാത്രം ജമാഅത്തായി നിസ്കരിച്ച ഒരു നിസ്കാരമുണ്ട്. രാത്രിയിലാണ്, ഇശാഇന് ശേഷമാണ് ജമാഅത്തായിട്ടാണ് നിസ്കരിച്ചത്. റമദാനിൽ മാത്രമേ ആ നിസ്കാരം നിർവഹിച്ചിട്ടുള്ളൂ. സ്വഹാബാക്കളുടെ ബാഹുല്യം കാരണം ഫർലാക്കി കളയുമോ എന്ന് പേടിച്ചുകൊണ്ട് 4-ാം ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നിസ്കാരം നിർവഹിക്കാൻ വന്നില്ല. ആ നിസ്കാരത്തിന്റെ റക്അത്തുകളുടെ എണ്ണം സ്വഹാബാക്കൾക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രയാണ് നിസ്കരിച്ചത് എന്ന് നല്ല ബോധ്യമുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 20 റക്അത്ത് തറാവീഹ് നിസ്കാരം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജമാഅത്തായി പുനർസംഘടിപ്പിച്ചപ്പോൾ രണ്ട് വിഭാഗമാണ് അത് ബിദ്അത്താണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് വഹാബികളാണ്, രണ്ട് ഷിയാക്കളാണ്. നാലാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പെൺമക്കളെ വിവാഹം ചെയ്തുകൊണ്ട് ഉന്നത സ്ഥാനത്ത് എത്തിച്ചേർന്ന മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ജുമഅക്ക് 2 വാങ്ക് നിലവിൽ വന്നു. അത് ബിദ്അത്താണെന്ന് പറഞ്ഞ രണ്ട് വിഭാഗം, ഒന്ന് ഷിയാക്കളാണ്, രണ്ടാമത്തേത് വഹാബികളുമാണ്. അഞ്ചാമത്തേത് 4 മദ്ഹബുകളെയും
തഖ്ലീദ് ചെയ്യാൻ പറ്റുകയില്ല, പിൻപറ്റാൻ പറ്റുകയില്ല, അവരൊക്കെ ശിർക്ക് ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് വിഭാഗം ലോകത്തുള്ളത്. ഒന്ന് വഹാബികളാണ്, രണ്ട് ഷിയാക്കളാണ്. ആറാമത്തത് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹ്ഫൂദീങ്ങളാണെന്ന്, അഥവാ പാപങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിച്ചവരാണെന്നാണ് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത്. എന്നാൽ അതിനെതിരെ ഉറഞ്ഞുതുള്ളുന്ന രണ്ട് വിഭാഗം ലോകത്തുണ്ടെങ്കിൽ ഒന്ന് വഹാബികളാണ്, രണ്ട് ഷിയാക്കളാണ്. ഏഴാമത്തത് അശ്അരി മാതുരിദി സരണികളെയും സൂഫി ത്വരീഖത്തുകളെയും എതിർക്കുന്ന രണ്ട് വിഭാഗം ലോകത്ത് ഉണ്ടെങ്കിൽ ഒന്ന് വഹാബികളാണ്, രണ്ട് ഷിയാക്കളുമാണ്. എട്ടാമത്തത് തറാവീഹ് എന്ന ഒരു പ്രത്യേക നിസ്കാരമില്ലെന്ന് ആദ്യമായി ഷിയാക്കളാണ് പറഞ്ഞത്. വിത്ർ എന്നും തഹജ്ജുദ് എന്നും തറാവീഹ് എന്നും രാത്രിയിലുള്ള നിസ്കാരത്തിന്റെ വ്യത്യസ്തമായ പേരുകളാണെന്ന് ആദ്യമായി പറഞ്ഞത് ഷിയാക്കളാണ്. അതിനെ അനുകൂലിക്കുകയും പിൻപറ്റുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത് വഹാബികളാണ്. അത് പേറുന്നത് വഹാബികളുമാണ്. അതിന് ഇസ്ലാമിന്റെ പിന്തുണയില്ല, ഷിയാക്കളുടെ പിന്തുണ മാത്രമാണുള്ളത്. ഒമ്പതാമത്തത് വഹാബികളുടെ പുസ്തകങ്ങളിലും പ്രസിദ്ധീകരണങ്ങളിലും ആധികാരിക പണ്ഡിതനായി വാഴ്ത്തപ്പെടുന്ന മുഹമ്മദ് ബിനു അലി ശൗക്കാനി ഷീ ഉൾവിഭാഗങ്ങളിൽപ്പെട്ട സൈദി സരണിയുടെ വക്താവാണ്. ഷിയാക്കളെ അംഗീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അലി റളിയല്ലാഹു അൻഹുവിനെയും ഇകഴ്ത്തിക്കൊണ്ടും നിരവധി ഗ്രന്ഥങ്ങൾ വരെ ഷൗക്കാനി രചിച്ചിട്ടുണ്ട്. ഷൗക്കാനിയെ കുറിച്ച് വഹാബികളുടെ പ്രതികരണം തന്നെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. 1172 ഭൂജാതനായി 1250 അന്തരിച്ച ഷൗക്കാനി യമനിൽ ഉദ്ധാരണ പ്രവർത്തനം നടത്തി. എന്തുദ്ധാരണ പ്രവർത്തനമാണെന്ന് നമുക്കറിയില്ല, വഹാബികൾ തന്നെ പറയേണ്ടതാണ്. തഖ്ലീദിനെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ഗ്രന്ഥം രചിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരിൽ ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ കടുത്ത ആക്ഷേപശരങ്ങൾ അയച്ചുവിട്ടു. ചെറുതും വലുതുമായ നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവായ ഷൗക്കാനിയുടെ നൈലുൽ ഔത്താർ എന്ന ഹദീസ് വ്യാഖ്യാന ഗ്രന്ഥം, അതിലില്ലാത്ത പച്ചക്കളവുകളൊന്നുമില്ല. മതവിധികൾ കണ്ടുപിടിക്കാനുള്ള, വഹാബി വിധികൾ കണ്ടുപിടിക്കാനുള്ള ഒരു ആധികാരിക ഗ്രന്ഥമാണ് എന്ന് പറയലാവും ഏറ്റവും ശരി. ഇമാം സനൂസി ഹജ്ജിന് വന്നതോടെ ഇബ്നു അബ്ദുൽ വഹാബിന്റെ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനായി അൽജീരിയയിലും അബുൽ അബ്ബാസ് തീജാനി മൊറോക്കോവിലും ഉദ്ധാരണ പ്രവർത്തനം നടത്തി. ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് രാമുഖമെന്ന പുസ്തകത്തിന്റെ 15ാമത്തെ പേജ് നോക്കിയാൽ നമുക്കത് കാണാവുന്നതാണ്. ഇങ്ങനെ നൂറുകണക്കിന് വിഷയങ്ങളിൽ ഷിയാക്കളുമായി ബന്ധം സ്ഥാപിക്കുകയും ഷിയാക്കളുടെ ആശയങ്ങൾ കടമെടുക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരേ ഒരു പ്രസ്ഥാനം വഹാബികളാണ്. വഹാബികളും ഷിയാക്കളും ഉറ്റ ചങ്ങാതിമാരാണ്, ഉറ്റമിത്രങ്ങളാണ്. അതാണ് സക്കരിയ സ്വലാഹി പറഞ്ഞിട്ടുള്ളതും. എന്നാൽ വഹാബികൾക്കാണ് ഷിയായിസമുള്ളത് എങ്കിലും അവർ സുന്നികളുടെ നേരെയാണ് ഷിയായിസം ഉണ്ടെന്ന് ആക്ഷേപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷിയായിസമുള്ള, ഷിയാബന്ധമുള്ള ഷിയാക്കളെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്ന വഹാബികളെ അറിയാതെ ബന്ധം സ്ഥാപിച്ചു പോയവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് രാജിവെച്ച് യഥാർത്ഥ ദീനിലേക്ക് കടന്നു വരാൻ ഓരോ വഹാബികളെയും സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ ആഖിറ വിജയത്തിന് വേണ്ടി മാത്രം. ഇസ്ലാം മതത്തിൽ എണ്ണം കൂടിയത് കൊണ്ട് ഇസ്ലാം മതം തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങളുടെ ആഖിറ വിജയം രക്ഷപ്പെടണോ,
യഥാർത്ഥ ദീനിലേക്ക് മടങ്ങുക. വസ്സലാമു അലൈക്കും. നിങ്ങളുടെ ആഖിറം രക്ഷപ്പെടണോ? നിങ്ങളുടെ ആഖിറം രക്ഷപ്പെടണോ? യഥാർത്ഥ ദീനിലേക്ക് മടങ്ങുക. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.